പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് 1:3 തിരുവചനം പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പിതാവായ ദൈവം തൻ്റെ പുത്രന് വെളിപ്പെടുത്തി കൊടുത്തു. യേശു തൻ്റെ ദൂതനെ അയച്ച് വിശുദ്ധ യോഹന്നാന് അവയെല്ലാം വെളിപ്പെടുത്തി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അവ പാലിക്കുന്നവരും അനുഗ്രഹീതരാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ്. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച യേശുവിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവർ അനുഗ്രഹീതരാണ്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1:21-22 തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം നാം എങ്ങനെ സ്വീകരിക്കണമെന്നും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കണമെന്നും വിശുദ്ധ യാക്കോബ് ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. 22 തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. ദൈവത്തിൻ്റെ വചനങ്ങളിൽ നാം വിശ്വസിക്കുകയും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നാം അനുഗ്രഹീതരായി മാറുന്നത്. ഈ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നാം വചനം വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നാൽ അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ട് എന്ന്. നമ്മിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് നാം മനസ്സിലാക്കുന്നുണ്ട്. സക്കേവൂസിൽ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവനും അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടത്. തൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാനും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കൊടുക്കുവാനും സക്കേവൂസ് തയ്യാറായി. ഇതുപോലെയുള്ള ഒരു മാനസാന്തരം നമ്മിലും ഉണ്ടാകുമ്പോഴാണ് നാം മാത്രമല്ല നമ്മുടെ കുടുംബവും രക്ഷിക്കപ്പെടുന്നത്. യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ശക്തി ലഭിക്കും. വചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തിയും പുതിയ ഒരു ജീവനും അനുഭവപ്പെടും. ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനും സമ്പത്ത് ദാനം ചെയ്യുവാനും നമ്മളോട് പറയുന്നുണ്ട്. നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ സംതൃപ്തി നേടണം എന്ന് വചനം പറയുന്നുണ്ട്. നമ്മുടെ സമ്പത്ത് ധനത്തിലല്ല നാം ആശ്രയം വെക്കേണ്ടത്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.